ഹായ്, എൻ്റെ ടോപ്പിക് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആൻഡ് പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താ നോക്കാം. എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സി പ്രോഗ്രാം വിച്ച് വാസ് ഒറിജിനേറ്റഡ് ഫ്രം C++. നിന്ന് ഒറിജിനേറ്റ് ചെയ്ത സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ. എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് എ ഡിക്ലറേഷൻ ഇൻ ദ കോഡ് that instruct the compiler about the data type of the function, arguments and parameters list. പാരാമീറ്റേഴ്സ് ലിസ്റ്റ്, ആർഗ്യുമെൻറ്റ്സ്, ഡാറ്റ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ കമ്പൈലറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു ഡിക്ലറേഷനാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ. ആസ് വി ഓൾ നോ ദാറ്റ് എ ബ്ലോക്ക് ഓഫ് കോഡ് വിച്ച് പെർഫോംസ് എ സ്പെസിഫിക് ടാസ്ക് ഈസ് കാൾഡ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സ് ഒരു സ്പെസിഫിക് ടാസ്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. In the same way, a function prototype is a function which specifies the return type, function name and parameters to the compiler so that it can match the given function calls when required. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ആണ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാലും അത് വിച്ച് സ്പെസിഫൈസ് ദ റിട്ടേൺ ടൈപ്പിനെ കുറിച്ചും ഫംഗ്ഷൻ്റെ നെയിമിനെ കുറിച്ചും ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ കമ്പൈലർ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് അതിനാവശ്യമുള്ളപ്പോൾ മാച്ച് ചെയ്തിട്ട് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞതാണ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം. റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുക, പിന്നെ ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ഫംഗ്ഷൻ്റെ നെയിം എന്താ വെച്ചാൽ കൊടുക്കുക, പിന്നെ പാരാന്തസിസിനുള്ളിൽ പാരാമീറ്റേഴ്സിൻ്റെ ഡാറ്റ ടൈപ്പും പാരാമീറ്റേഴ്സിൻ്റെ നെയിമും കൊടുക്കാം. അതുപോലെ എത്ര പാരാമീറ്റേഴ്സിനും കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു എക്സാമ്പിൾ ഇതവിടെ ഇൻറ്റ് ആഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നെയിമും പിന്നെ അതിൽ ഇൻറ്റിജർ ടൈപ്പുള്ള രണ്ട് ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്നുണ്ട്, പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇത് അപ്പോൾ എക്സാമ്പിൾ ആഡ് നമ്പേഴ്സ് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് കൊടുക്കുന്നു. ആൻഡ് ഈസ് എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് വിച്ച് പ്രൊവൈഡ്സ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ ടു ദ കമ്പൈലർ. ആദ്യം നമ്പർ, അതിൻ്റെ ഫംഗ്ഷൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ആഡ് നമ്പേഴ്സാണ്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ടൈപ്പാണ്, രണ്ട് ആർഗ്യുമെൻറ്റ്സും ഇൻറ്റിജർ ടൈപ്പാണ്. അതിൻ്റെ ഒരു കോഡ് എക്സാമ്പിളാണിത്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു കോഡാണിത്. അതിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുക്കുന്നത് എങ്ങനെ നോക്കാം. അതിൽ ഇൻറ്റ് അഡീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു. അതിൽ രണ്ട് പ്രോട്ടോടൈപ്പ് രണ്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നത് വെച്ചാൽ ഇൻറ്റ് ഐ ഇൻറ്റ് ജെ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. പിന്നെ അത് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. അതാണ് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫംഗ്ഷൻ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചറിയാം. അടുത്ത ടോപ്പിക്കായി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഒരു ഫംഗ്ഷനിൽ രണ്ട് വിധത്തിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാം. കാൾ ബൈ വാല്യൂ മെത്തേഡിലും കാൾ ബൈ റെഫറൻസ് മെത്തേഡിലും. ആദ്യം കാൾ ബൈ വാല്യൂസ് മെത്തേഡ് എന്താ നോക്കാം. ഇൻ കാൾ ബൈ വാല്യൂ മെത്തേഡ് ദ വാല്യൂ ഓഫ് ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഈസ് കോപ്പീഡ് ഇൻ ടു ദ ഫോർമൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ നേരെ ഫോർമൽ പാരാമീറ്റേഴ്സിൽ കോപ്പി ചെയ്യുന്നതാണ് കാൾ ബൈ വാല്യൂ മെത്തേഡിൽ. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് the value of the variable is used in the function call in the call by value method. വേരിയബിൾസിൻ്റെ വാല്യൂ ആണ് നേരെ ഈ ഫംഗ്ഷൻ കാൾ യൂസ് ചെയ്യുന്നത്. ഇൻ കാൾ ബൈ വാല്യൂ മെത്തേഡ് വി cannot modify the value of the actual parameters by formal parameters. കാൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഒരിക്കലും ഫോർമൽ പാരാമീറ്റേഴ്സിന് മാറ്റാൻ പറ്റില്ല. ഇൻ കാൾ ബൈ വാല്യൂ മെത്തേഡ് different memory is allocated for actual and formal parameters since the value of the actual parameters is copied into the formal parameters. ഇതിൽ ഫോർമൽ പാരാമീറ്റേഴ്സിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ കോപ്പി ചെയ്യുന്നത് കൊണ്ടും ഇതിൻ്റെ മെമ്മറി അലോക്കേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ആക്ച്വലിനും ഫോർമൽ പാരാമീറ്റേഴ്സിനും മെമ്മറി അലോക്കേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഈസ് ദ ആർഗ്യുമെൻറ്റ് വിച്ച് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ കാൾ. ആക്ച്വൽ പാരാമീറ്റർ ആർഗ്യുമെൻ്റ് യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ കോളിലാണ്. ഫോർമൽ പാരാമീറ്റേഴ്സ് ആർഗ്യുമെൻ്റ് യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ്. അതിൻ്റെ ഒരു കോഡിൽ എക്സാമ്പിളാണിത്. അതായത് ഒരു ഫംഗ്ഷൻ, ഒരു ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ രണ്ട് ലൈൻ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഫംഗ്ഷനിൽ ഫംഗ്ഷൻ ദി വാല്യൂ ഇൻസൈഡ് ദ ഫംഗ്ഷൻ മുമ്പ് നമ്പർ എത്ര ഉണ്ടെന്നും പിന്നെ ആ നമ്പറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം എത്ര വരുന്നത് രണ്ട് ലൈൻസ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ. പിന്നെ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മെയിനിൽ വരുന്നതും ഇതിൽ വരുന്നത് ആദ്യം എക്സ് എന്നതിൽ 100 പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ
ബിഫോർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എത്ര വാല്യൂ ഉണ്ട്, ആദ്യം പിന്നെ ഫംഗ്ഷൻ കോളിന് ശേഷം എത്ര വാല്യൂ എത്രയും മാറിയിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഇതിലിവിടെ ചേഞ്ച് തന്നെ പാസിംഗ് വാല്യൂ ഇൻ ഫംഗ്ഷൻ ചേഞ്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കി നോക്കാം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ബിഫോർ ഫംഗ്ഷൻ കാൾ, ആദ്യം ഈ ഇൻറ്റ് മെയിനുള്ളത് വർക്ക് ചെയ്യും. ബിഫോർ ഫംഗ്ഷൻ കാൾ എന്ന് പറഞ്ഞത് അത് 100 ആണെന്നുള്ളത് അവിടെ വർക്ക് ചെയ്യും. ബിഫോർ ആഡിങ് പിന്നെ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് നേരെ ഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് ബിഫോർ ആഡിങ് വാല്യൂ ഇൻസൈഡ് ദ ഫംഗ്ഷൻ എത്ര ആയിരിക്കും എന്നുള്ളത് 100 ആയിരിക്കും. പിന്നെ ഇത് നമ്പർ പ്ലസ് നമ്പർ 100 പിന്നെ ആഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുന്നത് എത്ര ആയിരിക്കുന്നു, 200 ആയിരിക്കും. പിന്നെ അതിൽ ഔട്ടായിട്ട് പിന്നെ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ വന്നിട്ട് അപ്പം ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ എന്ന് എത്ര ആയിരിക്കും എന്നുള്ളത് നോക്കാം. എത്ര 100 ആയിരിക്കും. അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ഫോർമൽ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. അതിവിടെ കറക്റ്റ് കാണാം. ഇതിൻ്റെ അതുപോലെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്പറിൽ സ്വാപ്പ് ചെയ്ത് വെക്കണം. ഇതും അതേ സെയിം പോലെ തന്നെ ഈ സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ റൺ ആയിരിക്കുന്നു. ഇതിൽ നമ്പർ 10 എ എന്ന് പറഞ്ഞ നമ്പർ 10ഉം എ എന്നുള്ളത് 10ഉം ബി എന്ന് പറഞ്ഞത് 20 ആണ്. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസും ഈ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റൺ ചെയ്തതിന് ശേഷവും ഇത് മാറ്റമില്ലാതെ തുടരുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടാണിത്. ഫസ്റ്റ് തന്നെ ബിഫോർ സ്വാപ്പിംഗ് ഇത് മെയിനിലത് റൺ ചെയ്യും. പിന്നെ അത് ഫംഗ്ഷൻ റൺ ചെയ്യും. ഫംഗ്ഷൻ റൺ ചെയ്തതിന് ശേഷവും പിന്നെ മെയിനിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അതിന് മാറ്റമൊന്നും വരുന്നില്ല, സെയിം തന്നെയാണുള്ളത്. ഇനി കോൾ ബൈ റെഫറൻസ് എന്ന മെത്തേഡാണ്. ഇൻ കോൾ ബൈ റെഫറൻസ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ ഈസ് പാസ്ഡ് ഇൻ ടു ദ ഫംഗ്ഷൻ കാൾ ആസ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ കാൾ ബൈ റെഫറൻസിൽ ദ അഡ്രസ് ഓഫ് ദ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കോളിലേക്ക് അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ആസ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് വേരിയബിളിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. The value of the actual parameters can be modified by changing the formal parameters since the address of the actual parameters is passed. Address of the actual parametersൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഫോർമൽ പാരാമീറ്റേഴ്സ് കൊണ്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. In the call by reference method, the memory allocation is similar for both formal parameters and actual parameters. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ മെമ്മറി അലോക്കേഷൻ സിമിലർ ആയതുകൊണ്ട് ബോത്ത് ഫോർമൽ ആൻഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സിന് മെമ്മറി അലോക്കേഷൻ ഒന്നായിരിക്കും, സിമിലർ ആയിരിക്കും. ഈ ആൾ ദ ഓപ്പറേഷൻസ് ഇൻ ദ functions are performed the value sorted at the address of the actual parameters and the modified value gets stored in the same address. And modified ഇതിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസും മോഡിഫൈ ചെയ്ത വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് സെയിം അഡ്രസ്സിലായിരിക്കും. അതിൻ്റെ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന എക്സാമ്പിൾ ഇത് ഓർക്കുന്നു. അത് ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുന്നു. അതിൽ അഡ്രസ്സും കൊടുക്കുന്നു. മെമ്മറി എന്നുള്ളതിൻ്റെ അഡ്രസ്സും പാസ് ചെയ്യുന്നത് ആസ്റ്ററിസ്ക് ഇട്ടിട്ട് കൊടുക്കുന്നു, വേരിയബിൾ കൊടുക്കുന്നു. അപ്പം ഇതിന് അഡ്രസ്സും പാസ് ചെയ്യുന്നുണ്ട് വാല്യൂ. അത് രണ്ട് ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. സെയിം ഫംഗ്ഷൻ, നേരത്തെ അതേ ഫംഗ്ഷനാണ്, നേരത്തെ അതേ കോഡാണ്. ആ കോഡ് ചെറിയ വ്യത്യാസമുള്ളൂ. നമ്പർ എന്നുള്ളത് ആസ്റ്ററിസ്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇത് എന്തൊക്കെ മാറ്റം വരുത്തി നോക്കാം. ഔട്ട്പുട്ട് എന്താ അറിയാം. ഫസ്റ്റ് ബിഫോർ കാളിങ് ദ ഫംഗ്ഷൻ നമ്മൾ 100 ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. അത് ബിഫോർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ 100 ആയിരുന്നു. പിന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഫംഗ്ഷനിൽ ആദ്യം തന്നെ ഒരു വാല്യൂ എത്ര ഉള്ളതെന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 പ്രിൻ്റ് ചെയ്യുന്നു. ഇത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം നമ്പർ ആഡ് ചെയ്തതിന് ശേഷം 100 കൂട്ടുന്നുണ്ട്. 100 കൂട്ടിയിട്ടുള്ളത് ആഫ്റ്റർ ആഡിങ് ദ വാല്യൂ ഇൻസൈഡ് ദ ഫംഗ്ഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 200 എന്നുള്ള വാല്യൂ മാറുന്നു, ചേഞ്ച് ആവുന്നു. ആൻഡ് ആഫ്റ്റർ ആഡിങ് ദ വാല്യൂ ഇൻസൈഡ് ദ ഫംഗ്ഷൻ അത് 200 ആവുന്നു. പിന്നെ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷവും അത് 200 ആയി തുടരുന്നു. അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഇസ് മോഡിഫൈഡ് ബൈ ഫോർമൽ പാരാമീറ്റേഴ്സ് കൊണ്ട് ആക്ച്വൽ പാരാമീറ്റേഴ്സ് മോഡിഫൈ ചെയ്തു, അത് ചേഞ്ച് ചെയ്യാണ്ട് റിമൈൻ ചെയ്ത് നിൽക്കണം. മറ്റേതിൽ കാൾ ബൈ വാല്യൂ മെത്തേഡിൽ അത് ചേഞ്ച് ആവില്ല. ഫോർമൽ പാരാമീറ്റേഴ്സ് കൊണ്ട് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഒരിക്കലും ചേഞ്ച് ആവില്ല.
അതിൻ്റെ സെയിം നമ്പർ സ്വാപ്പ് ചെയ്യുന്ന ഇതിന് സെയിം ഇതിലെന്താ ചെയ്യാൻ നോക്കാം. ഔട്ട്പുട്ട് സെയിം തന്നെ സ്വാപ്പിംഗ് ദ വാല്യൂ ഇൻ മെയിൻ ഈക്വൽ ടു 10 20 കൊടുക്കുന്നു. ആഫ്റ്റർ സ്വാപ്പിംഗ് ദ വാല്യൂ എ 20 ആയും ബി 10 ആയി മാറുന്നു. പിന്നെ ആ സ്വാപ്പ് ചെയ്ത വാല്യൂ അങ്ങനെ തന്നെ തുടരുകയാണ്. അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഫോർമുല പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തു കാൾ ബൈ റെഫറൻസിൽ. ഇതിൻ്റെ രണ്ട് ഡിഫറൻസ് നോക്കാം. കാൾ ബൈ വാല്യൂ മെത്തേഡിൽ എ കോപ്പി ഓഫ് ദ വാല്യൂ ഇസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ. കാൾ ബൈ വാല്യൂ മെത്തേഡിൽ എ കോപ്പി ഓഫ് ദ വാല്യൂ ഇസ് പാസ്ഡ് ഇൻ ടു ദ ഫംഗ്ഷൻ. കാൾ ബൈ വാല്യൂ മെത്തേഡിൽ എ കോപ്പി ഓഫ് ദ വാല്യൂ ഈസ് പാസ്ഡ് ഇൻ ടു ദ ഫംഗ്ഷൻ. വാല്യൂവിൻ്റെ ഒരു കോപ്പിയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. കാൾ ബൈ റെഫറൻസിന് an address of value is passed into the function. കാൾ ബൈ റെഫറൻസിന് an address of the value is passed into the function ആണ്. കാൾ ബൈ റെഫറൻസിൽ അഡ്രസ്സ് ആണ് പാസ് ചെയ്യുന്നത്. പിന്നെ കാൾ ബൈ വാല്യൂ മെത്തേഡ് ചേഞ്ചസ് മെയ്ഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഈസ് ലിമിറ്റഡ് ടു ദ ഫംഗ്ഷൻ ഓൺലി. The value of the actual parameters do not change by the changing the formal parameters. ഫോർമൽ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ വാല്യൂ ചേഞ്ച് ആവില്ല. ഇതിൽ ചേഞ്ച് മെയ്ഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെ ലിമിറ്റഡ് ആയിരിക്കും കാൾ ബൈ വാല്യൂ മെത്തേഡിൽ. കാൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ചേഞ്ചസ് മെയ്ഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ വാലിഡേറ്റ് ഔട്ട്സൈഡ് ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ പുറത്തും ആ വാലിഡേറ്റ് ആവും. ദ വാല്യൂ ഓഫ് ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഡു ചേഞ്ച് ബൈ ചേഞ്ചിങ് ദ ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫോർമൽ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യും കാൾ ബൈ റെഫറൻസ് മെത്തേഡിൽ. ആക്ച്വൽ ആൻഡ് ഫോർമൽ കാൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ ക്രിയേറ്റഡ് അറ്റ് ദ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ. അതിന് രണ്ട് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനാണ്. കാൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ആക്ച്വൽ ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ ക്രിയേറ്റഡ് അറ്റ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ. സെയിം മെമ്മറി ലൊക്കേഷനിലായിരിക്കും രണ്ട് ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്നത്.